അപ്പം ഇന്ന് നമ്മൾ തായ്ലാൻഡ് രാജകുടുംബം ട്രാൻസിഷൻ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ എത്തിയിട്ടില്ല, വൈകുന്നേരം എത്തിയിട്ടുള്ളൂ. നമ്മൾ തായ്ലാൻഡിലെ ഫേമസ് ടെമ്പിളായ വാട്ട് പാവോ ബുദ്ധ ടെമ്പിളിലാണ് കേട്ടോ എത്തിയത്. യാറെ എത്തിയപ്പം തന്നെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്തതിന് ശേഷം അവിടെയുള്ള ഒരു ആചാരമാണ് ഈ മണി അടിക്കൽ കേട്ടോ. അപ്പം എല്ലാവരും അടിക്കുന്നുണ്ട്, അപ്പം നമ്മളും അടിക്കാൻ വിചാരിച്ചേ. അങ്ങനെ ഞങ്ങൾ വരി ഇന്ന് ഞങ്ങളും അടിച്ചിട്ടോ മണി. അതിൻ്റെ സൈഡിൽ മണി ബോക്സ് വെച്ചിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ പൈസ തരാം. ഞങ്ങളതിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇട്ടിട്ട് അതിനുശേഷം ഞങ്ങൾ ടെമ്പിളിലേക്ക് എൻ്റർ ആയിട്ടോ. അവിടെ കയറണമെങ്കിൽ നമ്മളെ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഒരു കവറിൽ ഇട്ടിട്ട് വേണം കേട്ടോ വെക്കാൻ. ഓരോരോ ആചാരങ്ങളെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. ഒരു ചെരിഞ്ഞ് കിടക്കുന്ന ബുദ്ധ, അതും 46 മീറ്റർ ലോങ്, ഗോൾഡ് പ്ലേറ്റഡ്. ഉണ്ടാക്കിയാലും എന്തായാലും സമ്മതിക്കണം. അങ്ങനെ നടന്ന് ഞാൻ ബുദ്ധന്റെ കാലിൻ്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ കുറേ ആൾക്കാർ അവിടെ നിന്ന് പ്രാർത്ഥിക്കണേ ഞാൻ കണ്ടിട്ടോ. അപ്പോൾ തായ്ലാൻഡിൽ 90% ബുദ്ധ മതക്കാരാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ബുദ്ധ ടെമ്പിൾസ് ഉണ്ട്. ഞങ്ങൾ പോയത് പിന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റിംഗ് ആണ് കേട്ടോ. എനിക്ക് കുറേ ഫോട്ടോസ് കിട്ടിയേ. നെക്സ്റ്റ് ഇവിടുന്ന് ഫെറി എടുത്തിട്ട് അടുത്ത ടെമ്പിളിലേക്ക് പോകാൻ കേട്ടോ. ഇവിടുന്ന് വെറും 5 ബാത്ത് ഉള്ളൂ കേട്ടോ ഒരാൾക്ക്. നമുക്ക് സ്ട്രോളറിലുണ്ട് 10 ബാത്തും, ടോട്ടൽ നമുക്ക് 20 ബാത്താണ് കേട്ടോ അവിടേക്ക് പോകാനായത്. ഈ തായ്ലാൻഡ് യാത്രയിൽ എനിക്ക് സ്ട്രോളർ ഭയങ്കര ഉപകാരമാണ് കേട്ടോ ആയത്. യാരെ കൃത്യസമയത്ത് എണീച്ചും ചെയ്ത്. നമ്മൾ നെക്സ്റ്റ് പോണത് വാട്ടറൂൺ എന്ന് പറഞ്ഞ ടെമ്പിളിലാണ്, ഒരു പുഴൻ്റെ അക്കരയും. പുഴൻ്റെ പേര് ഞാൻ പറഞ്ഞതേ ഇതാണ് കേട്ടോ ടെമ്പിൾ. നല്ല ഭംഗിയുണ്ടായിനി. നമ്മൾ അവിടെ കയറിയപ്പം തന്നെ വാടകയ്ക്ക് ഡ്രസ്സ് വേണോ എന്ന് ചോദിച്ചു കുറേ ടീംസ് അവിടെ നിൽക്കുന്നുണ്ടായിനി. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുക, ഇവരുടെ കയ്യിലൊക്കെ വില കൂടുതലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മൈൻഡ് ചെയ്തില്ല. പിന്നെ ലാസ്റ്റ് ഓലയും തപ്പി പിടിച്ച് പോയിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ടോ. അപ്പോഴത്തേക്ക് രാത്രിയായി. ഇതാണ് ടെമ്പിൾ ട്രാൻസിഷൻ. എങ്ങനെയുണ്ട്? ഒരു തായ്ലാൻഡ് രാജകുടുംബം നടന്നു വരുന്നു. ഇതൊന്നും ഫ്രീ അല്ലല്ലോ, നമുക്ക് ഫോട്ടോഗ്രാഫിയും പിന്നെ ഞങ്ങൾ ഈ കോസ്റ്റ്യൂമൊക്കെ അടക്കം നമുക്ക് എല്ലാവർക്കും കൂടി ആയത് 1500 ബാത്താണ്. അതായത് നമ്മളെ നാട്ടിലെ ഒരു 4200 റുപ്യൊക്കെ ആയിട്ടോ. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മളെ ഫോട്ടോഗ്രാഫർ രാജകീയമായ കുറേ പോസുകൾ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അതുപോലെയൊക്കെ പോസ് ചെയ്ത് അത് കഴിഞ്ഞ് യാര രാജകുമാരിയുടെ പോസിംഗ് ആണ് നിങ്ങൾ കണ്ടത്. യാര ഭയങ്കര ഹാപ്പി ആയിരുന്നു, തുള്ളി ചാടുണ്ടായിന്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നട്ടപ്പാതിരായി. പിന്നെ ഫോട്ടോ എടുത്തൊക്കെ ചെയ്യും, അടിപൊളിയാണ്. സാരി തുമ്പ് കിട്ടിയാൽ മതി. ഫോട്ടോ എടുത്താൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ബൈ.